ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മസാല കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല കോണിൻ്റെ റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മസാല കോൺ അതുപോലെ സ്വീറ്റ് കോണൊക്കെ തയ്യാറാക്കാറുള്ളത് ഫ്രോസൺ കോൺ വെച്ചിട്ടാണ്. നമ്മൾ പാക്കറ്റിൽ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രോസൺ കോൺ വെച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനിതാ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോണാണിത്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഈ ഒരു കോൺ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഒരുപാട് മൂത്തത് വാങ്ങിക്കരുത്. അപ്പോൾ നല്ല മൂക്കാത്ത കോൺ തന്നെ നോക്കിയിട്ട് വാങ്ങുക. ഇനി ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം എല്ലാതും ഒന്ന് വേർപ്പെടുത്തിയെടുക്കണം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയാണ് വേർപ്പെടുത്തിയെടുക്കുന്നത്. ഈ ഓരോ ലൈനിലും ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും വേർപ്പെട്ട് പോന്നോളും. അപ്പോൾ നമ്മൾ മുഴുവൻ കോണും ഇവിടെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം മതി ഇനി ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോണിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ബട്ടറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടുള്ള കോണിലേക്ക് തന്നെ ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇനി ഇതിൽ ചീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും അതുപോലെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മസാല കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാല കോണിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്